വില്യാപ്പള്ളി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിട ഉദ്ഘാടനം ഫെബ്രുവരി 22 രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിജുള വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വില്യാപ്പള്ളി പഞ്ചായത്ത് ഡോക്ടർ കെ.ബി. മേനോൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ശനിയാഴ്ച രാവിലെ 11 മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും. കെ.പി. കുഞ്ഞമ്മദ്കുട്ടി MLA അധ്യക്ഷനാവും. 1,05,00,000 രൂപ ചെലവഴിച്ചാണ് ULCCS കെട്ടിടം നിർമ്മിച്ചത്. വില്യാപ്പള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും 300-ലധികം രോഗികൾ ദിവസേന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി എത്തുന്നുണ്ട്. ദിവസവും 100ഓളം ലാബ് ടെസ്റ്റുകളും ഇവിടെ നടത്തിവരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ആനന്ദം ആരോഗ്യം ക്യാൻസർ സ്ക്രീനിംഗ് പദ്ധതിയും വിജയകരമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 3 മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ 28 ജീവനക്കാരും ജോലി ചെയ്യുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയാവും. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് പൂളക്കണ്ടി മുരളി, ഡോക്ടർ KM ജ്യോതി, K സുബിഷ, MK റഫീഖ്, രാഗിണി തച്ചോളി, പ്രിബേഷ് പന്നങ്ങണ്ടി, ബാബു പാറേമൽ എന്നിവർ പങ്കെടുത്തു. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രം പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 2025 ഫെബ്രുവരി 22 നാളെ കൃത്യം 11 മണിക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുകയാണ്. ഉദ്ഘാടന പരിപാടിയിലെ മുഖ്യാതിഥിയായി വടകര പാർലമെന്റ് അംഗം ഷാഫി പറമ്പിൽ, പ്രസ്തുത പരിപാടിയിലെ അധ്യക്ഷത വഹിക്കുന്നത് കുറ്റ്യാടി നിയോജക മണ്ഡലത്തിന്റെ MLA KP കുഞ്ഞമ്മദ്കുട്ടി മാഷ് ഉൾപ്പെടെ ആരോഗ്യ വകുപ്പിന്റെ ഡയറക്ടറേറ്റ് മുതലുള്ള അംഗങ്ങൾ, വിവിധ തട്ടിലുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 1,05,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ആശുപത്രിയുടെ FHC കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ ഭാഗമായിട്ടുള്ള പുതിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിർവഹിക്കാൻ പോകുന്നത്. കഴിഞ്ഞ MLA ശ്രീ പാറക്കൽ അബ്ദുള്ളയുടെ MLA ആയിട്ടുള്ള പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് കെട്ടിടം സ്ട്രക്ചർ ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നവീകരണം ഉൾപ്പെടെ നടത്തുന്നത് 25 ലക്ഷം രൂപ. അതിന് അനുബന്ധമായി മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി 26 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് ഫണ്ടും വിവിധ തലങ്ങളിലുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കെട്ടിടമാണ് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രത്യേകത 3 പഞ്ചായത്തുകളിൽ നിന്ന് വില്യാപ്പള്ളി, ആയഞ്ചേരി, അതുപോലെ തന്നെ തിരുവള്ളൂർ ഉൾപ്പെടെയുള്ള 3 പഞ്ചായത്തുകളിൽ നിന്നാണ് ആ ഒരു ആശുപത്രി സംവിധാനത്തിനകത്തേക്ക് രോഗികൾ എത്തുന്നത്. ഒരു ദിവസം ശരാശരി 300-ലധികം രോഗികൾ ഈ ആശുപത്രിയിൽ എത്തുന്നു എന്നുള്ളതാണ് ആശുപത്രിയുടെ പ്രത്യേകത. കുടുംബ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിന്റെ ഭാഗമായി 3 ഡോക്ടർമാരുടെ സേവനം രാവിലെ 9 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ 3 ഡോക്ടർമാരുടെ സേവനം. അതോടൊപ്പം തന്നെ അവിടെ എത്തുന്ന രോഗികൾക്ക് എല്ലാ വിധത്തിലുള്ള ടെസ്റ്റുകളും ആധുനികമായ മെഷീനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ലാബ് ടെസ്റ്റുകൾ കുറഞ്ഞ നിരക്കിൽ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മരുന്നുകളും രോഗികളെ മറ്റ് പുറമേ കയക്കാതെ തന്നെ ആശുപത്രിയിൽ നിന്ന് കിട്ടാവുന്ന നിലക്കുള്ള സേവനങ്ങൾ ആശുപത്രിയിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ തിരക്ക് ആശുപത്രിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ ഒരു ആശുപത്രിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എത്തുന്ന ആളുകളെ പൂർണ്ണമായും ആ ഒരു സൗകര്യത്തിലേക്ക് എത്തിക്കാൻ പുതിയ ഒരു കെട്ടിടത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പുതിയ കെട്ടിടത്തിന്റെ ആവശ്യകത വളരെ അനിവാര്യമായ ഘട്ടത്തിലാണ്. അന്നത്തെ മെഡിക്കൽ ഓഫീസറും അതോടൊപ്പം അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ നിവേദനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ കെട്ടിടത്തിന്റെ ഒരു ശിലാസ്ഥാപനം നിർവഹിച്ചത്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് നാളെ പ്രവേശിക്കുകയാണ്. പൂർണ്ണമായും എല്ലാവിധ ആധുനിക രീതിയിലുള്ള സൗകര്യ സംവിധാനങ്ങളോടും കൂടിയാണ് ആശുപത്രി കെട്ടിടം നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കൈമാറുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ആ ഒരു ചടങ്ങ് വെച്ച് കൈമാറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്നത്.